നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ ഹൃദ്രോഗത്തെക്കുറിച്ചും ഹൃദയസ്തംഭനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ പെട്ടെന്നുള്ള അടിയന്തര ഘട്ടത്തിൽ എന്ത് ചെയ്യണം, ചികിത്സകൾ, ഇതേക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാറ്. എന്നാൽ പെട്ടെന്നൊരു ഹൃദയസ്തംഭനം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൃദ്രോഗി ആയതിനു ശേഷം ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ചിലർ അതിനെ വളരെ ആത്മവിശ്വാസത്തോടെ നേരിടാറുണ്ട്, ചിലർ ഭയങ്കര പേടിയോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും, ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് ഭയങ്ങളും ആശങ്കകളുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹൃദയസ്തംഭനം കഴിഞ്ഞു വന്നാൽ അല്ലെങ്കിൽ ഹൃദ്രോഗമുണ്ടായി കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഒരു തുടർ ജീവിതം, നമ്മുടെ ശരിക്കായിട്ടുള്ള ഒരു നോർമൽ ലൈഫിലേക്ക് നമ്മൾക്ക് എപ്പോൾ തിരിച്ചു വരാൻ കഴിയും, ഇതൊക്കെയാണ്. നിങ്ങളോട് സംസാരിക്കുന്നത് ഈരാറ്റുപേട്ടയിലെ റിംസ് ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ഉല്ലാസ് ആർ മുല്ലമല. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് ചികിത്സകളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അടിയന്തര ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ഇത്തരമൊരു ചർച്ചയിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരാൾ പെട്ടെന്ന് ഹൃദയസ്തംഭനം വന്നു, ഹോസ്പിറ്റലൈസ്ഡായി, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം, സാധാരണ ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ ഹൃദ്രോഗം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തീർച്ചയായിട്ടും പല വിധത്തിലുള്ള ആശങ്കകളും സംശയങ്ങളും ഉണ്ടാവാറുണ്ട്. പ്രധാനപ്പെട്ട കാരണം തന്നെ പല അവസരങ്ങളിലും പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിരുന്ന ഒരാൾ, പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതിരുന്ന ആൾ പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടാകുന്നു, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, ഹാർട്ട് അറ്റാക്ക് ആണെന്ന നിഗമനത്തിലെത്തുന്നു, അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റി ചികിത്സയ്ക്ക് അല്ലെങ്കിൽ രക്തക്കട്ട അലിയിക്കുന്ന ചികിത്സയ്ക്ക് വിധേയനാകുന്നു. അതിനെ തുടർന്ന് 1-2 ദിവസമുള്ള തീവ്ര പരിചരണ വിഭാഗത്തിലെ ചികിത്സ, അതിനുശേഷം 2-3 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം വാർഡിലോ റൂമിലോ ആയിട്ടുള്ള നിരീക്ഷണങ്ങളും ചികിത്സാ രീതികളും. ഈ കാലയളവിൽ പലപ്പോഴും രോഗികൾക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കും പല വിധത്തിലുള്ള ആശങ്കകളും, ഉദാഹരണമായിട്ട് ഇനി അവരുടെ വ്യക്തിജീവിതം എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പഴയതുപോലെയുള്ള സാമൂഹ്യ ഇടപെടലുകൾ ഇനിയും നടത്തുവാൻ സാധിക്കുമോ തുടങ്ങിയ പലതരത്തിലുള്ള ആശങ്കകളും ഉണ്ടാവാറുണ്ട്. വിശേഷിച്ച് ഇപ്പോൾ പണ്ടത്തെക്കാളായിട്ട് ചെറുപ്പക്കാരിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതുവരെ ഹോസ്പിറ്റലിൽ പോലും കയറിയിട്ടില്ല എന്നല്ല, അഡ്മിറ്റായിട്ട് കൂടുതൽ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ പോലും ഇല്ലാത്തവർ പലപ്പോഴും ICUവിൽ കിടക്കുമ്പോഴേക്കും അവരുടെ ചിന്തകൾ, ആത്മവിശ്വാസത്തിനെ അത് ബാധിക്കുന്നതായി കാണാറുണ്ടോ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് വരെ ഏകദേശം ഒരു 50-60 വയസ്സ് കഴിഞ്ഞവരിൽ മാത്രം കണ്ടിരുന്ന ഹാർട്ട് അറ്റാക്ക് ഇന്ന് 20 വയസ്സുകളിലും അല്ലെങ്കിൽ 30 വയസ്സുകളിലും ഉള്ള, അതായത് വളരെ ആക്റ്റീവായിട്ടുള്ള യുവാക്കളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അറ്റാക്ക് വന്നതിന് ശേഷം ഒരു ആത്മവിശ്വാസക്കുറവ് നമ്മൾ കാണാറുണ്ട്. എന്നാൽ കുറച്ച് കരുതലും ശ്രദ്ധയും ഉണ്ടെങ്കിൽ വളരെ ആത്മവിശ്വാസവും ആനന്ദപൂർണവുമായിട്ടുള്ള ഒരു ജീവിതം ഹാർട്ട് അറ്റാക്കിന് ശേഷവും മുമ്പോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കും. പ്രധാനമായിട്ടും ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കിന് ശേഷം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ആപത് ഘടകങ്ങൾ, അതായത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിച്ച നമ്മുടെ റിസ്ക് ഫാക്ടറുകൾ അല്ലെങ്കിൽ ആപത് ഘടകങ്ങളെ കണ്ടുപിടിച്ച് നിയന്ത്രണത്തിലാക്കുക. ഒന്ന്, തുടർച്ചയായിട്ടുള്ള ഔഷധ സേവ. 3-മതായിട്ട് വ്യായാമം. 4-മതായിട്ട് ദാമ്പത്യ ജീവിതം പുനരാരംഭിക്കുക. 5-മതായിട്ട് ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുക. ഈ പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കിന് ശേഷം ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ പറഞ്ഞ ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. പൊതുവെ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ പലർക്കുമുള്ള ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഹൃദയാഘാതം വന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സിനെ നിയന്ത്രിക്കാൻ? റിസ്ക് ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും പല അവസരങ്ങളിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോഴായിരിക്കാം പലതരത്തിലുള്ള റിസ്ക് ഫാക്ടറുകളും തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. കാര്യം ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെയുള്ള ഒരു രക്തപരിശോധനകളോ അല്ലെങ്കിൽ മറ്റു ഡോക്ടറെ കണ്ട് പരിശോധനകളോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ലായിരിക്കും. അപ്പം ഒരു അറ്റാക്കായിട്ട് വരുമ്പോൾ നടത്തുന്ന പരിശോധനകളിൽ നിന്ന് പലപ്പോഴും നമുക്ക് പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, ഈ മാതിരി പല അസുഖങ്ങളും നമ്മൾ കണ്ടുപിടിക്കുകയായി. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഹാർട്ട് അറ്റാക്കിന് ശേഷം അതിനെ നിയന്ത്രിക്കുവാനായിട്ടുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, ഔഷധ സേവ, വ്യായാമങ്ങൾ, ഇതൊക്കെ ഒരു ഹൃദ്രോഗ വിദഗ്ധൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിനുശേഷം നമുക്ക് തുടരാം. ഹലോ. നമസ്കാരം, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. സാർ, ഞാൻ ഡോക്ടറെ വിളിച്ചത് നമുക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ആൻജിയോഗ്രാം ആണെന്ന് അറിയാൻ കഴിഞ്ഞു. അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള. നമുക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എനിക്ക് ബ്ലോക്ക് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയണം.
അതിന് ഏറ്റവും നല്ല മാർഗം ആൻജിയോഗ്രാം ആണോ? അതാണ് അറിയേണ്ട കാര്യം. തീർച്ചയായിട്ടും നമുക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല മാർഗം ആൻജിയോഗ്രാം തന്നെയാണ്. പക്ഷേ ആൻജിയോഗ്രാം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം അതൊരു ഇൻവേസീവ് പ്രൊസീജിയറാണ്, ചെറിയ റിസ്കുകളുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഹൃദ്രോഗ വിദഗ്ധനെ കാണുക. പ്രധാനമായും അദ്ദേഹം നിങ്ങളുടെ പരിശോധനകളും ECG മറ്റും എടുത്തതിന് ശേഷം ഒരു എക്സർസൈസ് ടെസ്റ്റ്, ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് നിർദ്ദേശിക്കുകയായിരിക്കും ചെയ്യുക. ഈ ഒരു എക്സർസൈസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആൻജിയോഗ്രാമിന് വിധേയനാകേണ്ടതാണ്. ഇത്തരം സംശയങ്ങൾ പലരും ചോദിച്ചു കേൾക്കാറുണ്ട്. ഒരു സ്ക്രീനിങ് പോലെ ആൻജിയോഗ്രാമിനെ കാണാമോ? യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു അല്ലേ? സ്ക്രീനിങ് പോലെ ആൻജിയോഗ്രാമിനെ കാണേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള റിസ്ക് ഫാക്ടറുകളുണ്ട്, ആപത് ഘടകങ്ങൾ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ആപത് ഘടകങ്ങളെ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. അതുപോലുള്ള ആപത് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവയെ നിയന്ത്രിച്ച് നിർത്തുക. പിന്നീട് നമുക്ക് നെഞ്ചുവേദന അല്ലെങ്കിൽ ശ്വാസമുട്ടൽ, കിതപ്പ്, തലകറക്കം ഈ മാതിരി പ്രയാസങ്ങൾ വരിക, അല്ലെങ്കിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ചെയ്യാനായിട്ട് ഇപ്പോൾ പ്രയാസം പോലെ തോന്നുക, അങ്ങനെ തോന്നുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ബ്ലോക്കുകൾ ഉണ്ടോ എന്നറിയാൻ ഒരു ഹൃദ്രോഗ വിദഗ്ധൻ്റെ സേവനം നമുക്ക് തേടാവുന്നതാണ്. ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ഇപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ പലർക്കും വരുന്ന ഒരു പ്രശ്നം, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ എന്ന് മുതലാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ 2 ദിവസമൊക്കെ ഇപ്പോൾ കിടക്കുന്നുള്ളൂ, പക്ഷെ വീട്ടിൽ പോയാൽ 1 മാസമൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെ കിടക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ പഴയതുപോലെ ഒരു ബെഡ് റെസ്റ്റ് ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം പൂർണ്ണമായിട്ടുള്ള ഒരു ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹാർട്ട് അറ്റാക്കിന് ശേഷം മറ്റ് സങ്കീർണതകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, അല്ല ഹാർട്ടിൻ്റെ പമ്പിങ്ങിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വാൽവുകൾക്കുണ്ടാകുന്ന ലീക്കുകൾ തുടങ്ങിയ സങ്കീർണതകളൊന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നമ്മളിപ്പം രോഗികളെ നടത്തിയതിനു ശേഷമാണ് വീട്ടിൽ വിടുന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ചെറിയ തോതിലുള്ള മിതമായ വേഗത്തിലുള്ള വ്യായാമം നടത്തമാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ഇനീഷ്യൽ ഒരു 1 വീക്കിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ രോഗിയെ നടത്തുന്നു. പിന്നീട് അടുത്ത വീക്കിൽ കുറച്ചുകൂടെ ഒരു 15 മിനിറ്റ്സ് ആക്കുന്നു, നെക്സ്റ്റ് ഒരു 20 മിനിറ്റ്സ് ആക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു 4 ആഴ്ചയോടുകൂടി ഒരു 30 മിനിറ്റോളം മിതമായ വേഗത്തിൽ നടക്കുവാൻ രോഗിക്ക് കഴിയും. അതിനുശേഷം ഇപ്പം എല്ലാ രോഗികളും ഒരേ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരായിരിക്കില്ല. ചില ആൾക്കാർ ഉള്ള അവസരത്തിൽ നമുക്ക് എപ്പോൾ പഴയതുപോലെയുള്ള കഠിനാധ്വാനം ചെയ്യാമെന്ന് അറിയുന്നതിനായിട്ട് ഫലപ്രദമായിട്ട് നമുക്ക് ഏകദേശം ഒരു 4 ആഴ്ച കഴിയുന്നതോടുകൂടി ഒരു ട്രെഡ്മിൽ ടെസ്റ്റിന് വിധേയനാകാവുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് എത്രത്തോളം എക്സർസൈസ് കപ്പാസിറ്റി, എത്രത്തോളം കായികാധ്വാനം ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കായികാധ്വാനത്തിൻ്റെ തോത്, അതായത് ഏതറ്റം വരെ ഉള്ള കായികാധ്വാനം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്. അടുത്തൊരു കോളിലേക്ക് പോകണ്ടോ? തീർച്ചയായിട്ടും. ഹലോ ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം, പറഞ്ഞോളൂ. എനിക്ക് 57 വയസ്സുള്ള ഒരാളാണ് ഞാൻ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഈ ഇടയ്ക്ക് രാത്രിയിൽ ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ചെറിയൊരു നെഞ്ചുവേദന പോലെ വന്നു. ഓക്കെ. അത് തുടക്കത്തിൽ തന്നെ എനിക്ക് മൂത്രം ഒഴിക്കണം, ബാത്റൂമിൽ പോകണം. അവിടെ പോയിട്ട് എനിക്ക് ബാത്റൂമിൽ പോകണം, മൂത്രം ഒഴിക്കേണ്ട, നേരെ തിരിച്ച് റൂമിൽ വന്ന് കയറും. പിന്നെ ഇതേപോലെ വരുക. പിന്നെ വേർത്ത് എന്റെ ശരീരം മൊത്തം വേർത്ത് വെള്ളത്തുള്ളി ഇപ്പിച്ചിട്ട് വീണോണ്ടിരിക്കുക. അന്നേരം തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറച്ച് നേരത്തേക്കിനോ. അതൊരു 1 മണിക്കൂർ നേരം എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വിശ്വാസം എന്റെ മനസ്സിൽ തോന്നിയത്, എനിക്ക് മരണം അടുത്തിട്ടില്ലല്ലോ എന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ തോന്നി. അതാണെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പൊ എന്നെ പിടിച്ചു നിർത്താനുള്ള കാരണം. ഹോസ്പിറ്റലിലൊന്നും പോയില്ല അല്ലേ? നടക്കുമ്പോഴത്തേക്ക് ഹലോ, ഹോസ്പിറ്റലിലൊന്നും പോയില്ല? ആ ഹോസ്പിറ്റലൊന്നും ഞാൻ പോയിട്ടില്ല. ഇപ്പൊ ഈ ചെറുതായിട്ട് ഈ ചില കേട്ടങ്ങൾ കയറുമ്പോഴത്തേക്ക് നെഞ്ച് വല്ലാതെ ഇരിപ്പുണ്ടേ. ഓക്കെ. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സമയം അടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ കേൾക്കുകയാണ്. ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ ലക്ഷണങ്ങൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് അർദ്ധരാത്രിയിൽ ഉണ്ടായ നെഞ്ചുവേദനയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഇത്രയും ഒരു അമിതമായിട്ടുള്ള വിയർപ്പും തീർച്ചയായിട്ടും ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം തന്നെയാണ്. ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ലളിതമായിട്ട് കാണാതെ തീർച്ചയായിട്ടും ഒരു ഹൃദ്രോഗ വിദഗ്ധനെ കണ്ട്, അതെ, ഇപ്പോഴും അദ്ദേഹത്തിന് ലക്ഷണങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഹൃദ്രോഗ വിദഗ്ധനെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതിനെ ലളിതമായി എടുക്കേണ്ട ഒരു ലക്ഷണങ്ങൾ തന്നെ അല്ല അത്. കണ്ട് കൃത്യമായി മരുന്നൊക്കെ കഴിച്ചാൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാനും പറ്റും അല്ലേ ഡോക്ടർ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നേരത്തെ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പല പ്രായത്തിലുള്ളവർ, പല ആരോഗ്യ നിലകളിലുള്ളവർക്ക് ഈ അസുഖം വരുന്നുണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട്. പലരും പല രീതിയിലാണല്ലോ ഇതിനെ എടുക്കുക. അപ്പം പ്രായമായവർ, മറ്റു പല അസുഖങ്ങളൊക്കെ ഉള്ളവർ, അവർക്ക് എങ്ങനെയാണ് ഈ റീഹാബിലിറ്റേഷൻ തുടങ്ങുന്നത്? ഓക്കെ.
അപ്പം പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഉണ്ടാവാം. പ്രധാനമായിട്ടും അപ്പോൾ സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അതായത് ചലനശേഷി ഭാഗികമായി നഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആൾക്കാർക്ക് വരാം, അല്ലെങ്കിൽ ക്യാൻസർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് ഇവർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് സാധ്യതകളുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ രോഗിയുടെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും കൂടെ വിലയിരുത്തിയതിനു ശേഷം, മറ്റ് ആരോഗ്യപരമായ കാരണങ്ങളും കൂടെ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ഒരു ഹൃദ്രോഗ വിദഗ്ധൻ നിർദ്ദേശിക്കുന്നതനുസരിച്ചുള്ള വ്യായാമ മുറകളും ചികിത്സാ രീതികളും മുമ്പോട്ട് കൊണ്ടുപോകണം. കാര്യം ചില അവസരങ്ങളിൽ മറ്റു രോഗികൾക്ക് കൊടുക്കുന്ന പോലെയുള്ള മരുന്നുകൾ പ്രധാനമായിട്ട് ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്കും കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്കുമൊക്കെ ആ സമയത്തിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചികിത്സിച്ച ഡോക്ടറുമായിട്ട് വളരെ ദീർഘനേരമായിട്ടുള്ള ഒരു ആശയവിനിമയം തീർച്ചയായിട്ടും ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകളും മറ്റു വ്യായാമങ്ങളും ബാക്കി കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇത്തരം പ്രശ്നങ്ങൾ വന്നവരിൽ കാണുന്ന മറ്റൊരു കാര്യം, ഇവർ കൂടുതൽ ശരീരം അനങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ഭയമാണ് പ്രധാന കാരണം. ഭക്ഷണം കൃത്യമായി നന്നായി കഴിക്കുകയും ചെയ്യും, കാരണം അസുഖം വന്ന് മാറിയ ആളെ കൂടുതൽ ഒരു കെയറുണ്ട്. അപ്പോൾ ഈ ആഹാരക്രമത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും ആഹാരക്രമത്തിൽ നമ്മൾ ഹാർട്ട് അറ്റാക്കിന് ശേഷം തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ വേണ്ടത് തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ടും പലതരത്തിലുള്ള ആപത് ഘടകങ്ങളും നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് അഡ്മിറ്റ് ആകുമ്പോഴായിരിക്കും പ്രധാനമായിട്ടും കണ്ടുപിടിക്കപ്പെടുന്നത്. പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും തുടങ്ങിയ പല ആപത് ഘടകങ്ങളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ടുള്ള ചില രീതിയിലുള്ള ആഹാരക്രമങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹൃദ്രോഗം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ കുറേ ആഹാരങ്ങൾ, പലപ്പോഴും എരിവും പുളിയും, പലപ്പോഴും മറ്റ് മസാലകൾ, പലപ്പോഴും മറ്റൊരു രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ രോഗികൾ വെച്ച് പുലർത്തുന്നത് കാണാറുണ്ട്. പ്രധാനമായിട്ടും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളുടെ ഉപയോഗം, ബേക്കറി പലഹാരങ്ങളുടെ ഉപയോഗം, അതിലൊക്കെ ശ്രദ്ധ കുറച്ച് കൊടുക്കുന്നതും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവാണ്, സംസാരിച്ചോളൂ ഡോക്ടറോട്. അതെ, ഞാൻ പറയുന്നത് എന്റെ ഓൾറെഡി എനിക്ക് അറ്റാക്ക് വന്നു. ഞാൻ പെരിയാർക്ക് പോയി ആൻജിയോപ്ലാസ്റ്റി സർജറി ടെസ്റ്റ് കഴിഞ്ഞു, ബ്ലോക്കിന്റെ കണ്ടു. റൈറ്റ് സൈഡ് ഫുൾ ബ്ലോക്കാണ്, ലെഫ്റ്റ് സൈഡ് 60% ബ്ലോക്കാണ്. ഓക്കെ, 60%. അതിന് സർജറിക്ക് വിധേയനായി, പക്ഷെ സ്റ്റെഡ് കയറിയില്ല, അത് സക്സസ് ആയില്ല. ഓക്കെ. അപ്പൊ അത് സക്സസ് ആകാത്തത് കാരണം പിന്നീട് ഇപ്പം ബൈപ്പാസിന് നീക്കി 7-ാം തീയതി, അടുത്ത മാസം 7-ാം തീയതിയാണ് ബൈപ്പാസ് സർജറിക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി ഞാനിപ്പോ പിന്നെ ചില സമയത്തൊക്കെ എനിക്ക് നെഞ്ചുമെന്ന് വേദന വരുന്നുണ്ട്. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാനിങ്ങനെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പം എന്താണ് ചെയ്യേണ്ടത്? ഇതേ അവസ്ഥയിൽ 7-ാം തീയതി വരെ നിൽക്കണോ അല്ലെങ്കിൽ അഡ്മിറ്റ് ആവണോ? ഓക്കെ, ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ചിട്ട് നിങ്ങളുടെ 2 രക്തക്കൊള്ളികളിൽ സാരമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ട്. അത് ഒരു ആൻജിയോപ്ലാസ്റ്റി ചികിത്സയിലൂടെ മാറ്റുവാനായിട്ട് ഒരു ശ്രമവും നടന്നിട്ടുണ്ട്. എന്നാൽ അത് വിജയിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ബൈപ്പാസ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബ്ലോക്കുകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വേദനയുള്ളത്. ഇപ്പോൾ വേദന ഇപ്പോഴും വരുന്നുണ്ട്, അല്ലെങ്കിൽ 7-ാം തീയതി വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട്, ഹൃദ്രോഗ വിദഗ്ധനെ കണ്ട് മരുന്നുകളിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ വേദനയ്ക്ക് കുറച്ചുകൂടി ഒരു ആശ്വാസം കിട്ടിയേക്കാം. കുറച്ച് ഡ്രഗ്സ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടിയേക്കാം. അല്ല, നിങ്ങൾ ഏതൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് എന്ന് നമുക്ക് ധാരണയില്ല. ഫുൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് സിംറ്റമാറ്റിക് ആകാം, സിംറ്റംസ് മാറുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബൈപ്പാസിന് പോവുക തന്നെ നിവൃത്തിയുള്ളൂ. തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് മരുന്നുകളിൽ ചില വ്യത്യാസം വരുത്തിയാൽ കുറച്ചുകൂടെ ആശ്വാസം കിട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എത്രയും വേഗം സുഖമാകട്ടെ അദ്ദേഹത്തിന്, അല്ലേ ഡോക്ടർ? നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. മരുന്നിൻ്റെ കാര്യത്തിലും എല്ലാവർക്കും സംശയമാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, ഇനിയിപ്പോൾ മരുന്ന് അങ്ങ് നിർത്തിയേക്കാം എന്നുള്ള. മരുന്ന് കൃത്യമായിട്ട് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ആൻജിയോപ്ലാസ്റ്റി അല്ലെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സയ്ക്ക് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം പ്രത്യേകിച്ച് മറ്റ് ലക്ഷണങ്ങളൊന്നുമില്ലാതെ രോഗികൾ സുഖമായിട്ട് പഴയ പോലുള്ള ജോലികൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇനി എനിക്ക് മരുന്ന് വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി മരുന്നിൻ്റെ ആവശ്യമില്ല എന്നൊരു ധാരണയിൽ പലപ്പോഴും മരുന്ന് നിർത്തിയിട്ട് വരുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാർട്ട് അറ്റാക്കിന് ശേഷം ഏകദേശം ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് കുറച്ച് മരുന്നുകളുണ്ടാവും, 4-5 മരുന്നുകളുണ്ടാവാം. അതിനുശേഷം 1 വർഷത്തിന് ശേഷം 2-3 മരുന്നുകൾ, അവ തീർച്ചയായിട്ടും നമ്മൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതാണ്. നമ്മൾ മരുന്ന് കഴിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് സെക്കൻഡറി പ്രിവെൻഷൻ എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മളിപ്പോൾ ഒരു അറ്റാക്ക് വന്നു നമുക്ക്, അതായത് ഇനി മറ്റ് രക്തധമനികളിൽ ബ്ലോക്കുകൾ
ഉണ്ടാവാതെ ഇരിക്കാനും അതിനെ തുടർന്നിട്ട് നമുക്കൊരു നെഞ്ചുവേദനയോ ഹാർട്ട് അറ്റാക്കോ മരണമോ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഔഷധ സേവ തുടർന്നുള്ള ജീവിത കാലഘട്ടത്തിൽ പോകുന്നത്. അതായത് വന്ന ചികിത്സയേക്കാൾ ഉപരിയായിട്ട് ഇനിയൊരു അറ്റാക്കോ മരണമോ സംഭവിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഔഷധ സേവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചിട്ട് ദീർഘകാലമായി മരുന്ന് കഴിക്കുകയും റെഗുലർ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതുമാണ്. ഇനീഷ്യൽ പീരീഡിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് വളരെ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് തുടർന്നുള്ള ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസങ്ങളിലും ഡോക്ടറെ കാണേണ്ടതായിട്ട് വരാം. എന്നാൽ 1-2 വർഷം കഴിയുന്നതിലൂടെ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ മാത്രം ഡോക്ടറെ കണ്ടുകൊണ്ട് ചികിത്സ തുടരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, വളരെ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാൽ തീർച്ചയായിട്ടും. മറ്റൊന്ന് ഡോക്ടർ, ചില ആളുകൾ മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോൾ ചില പ്രശ്നങ്ങൾ, ചില മെഡിസിൻസ് അവർക്ക് പറ്റുന്നില്ല. ഉദാഹരണത്തിന് പല്ലിൽ നിന്നൊക്കെ ചോര വരുന്നു എന്നൊക്കെ ചിലർ പറയുന്നേക്കാം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കണ്ടാൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ ഹാർട്ട് അറ്റാക്കിന് ശേഷം നമ്മൾ രക്തം നേർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 തരം ഗുളികകൾ ഇനീഷ്യൽ പീരീഡിൽ സാധാരണ രോഗികൾ കഴിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള അവസരത്തിൽ ചില ആൾക്കാർക്ക് സൂചിപ്പിച്ചതുപോലെ മോണയിൽ നിന്നുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ പല്ല് പറിക്കുന്ന സമയത്തുണ്ടാകുന്ന ബ്ലീഡിങ് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അത് സിവിയറായിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആണ്. ചിലപ്പോൾ എല്ലായ്പ്പോഴും മോണയിൽ നിന്നോ ആയിരിക്കണമെന്നില്ല. ചില സമയങ്ങളിൽ വയറിൽ നിന്നുണ്ടാകുന്ന ഒരു ബ്ലീഡിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ പൈൽസ് പോലുള്ള രോഗങ്ങളുള്ളവർക്ക് ചിലപ്പോൾ ബ്ലീഡിങ് വരാം. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ സ്വയം മരുന്ന് നിർത്താതെ, ഇപ്പോൾ പ്രത്യേകിച്ചും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് കണ്ട ഉടനെ പരിഭ്രാന്തനാകാതെ ഉടൻ തന്നെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മറ്റൊന്ന്, കായികമായിട്ട് അധ്വാനിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ യാത്രകൾ പോകാൻ ഇഷ്ടമുള്ളവർക്ക്, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ, മലകയറ്റമൊക്കെ പോലെ അത് ഇഷ്ടമുള്ളവർക്ക് പലപ്പോഴും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിയാണ്. ചിലർ ഭയക്കാതെ തന്നെ കൂടുതലായിട്ട് അങ്ങ് ചെയ്ത് കളയും. എക്സസൈസ് ഇത്ര കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞാൽ കൂടുതൽ നടക്കുക, ഓടരുതെന്ന് പറഞ്ഞാൽ കൂടുതൽ ഓടുക, അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ കാണാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നമുക്ക് തീർച്ചയായിട്ടും 2 തരത്തിലുള്ള സൂചിപ്പിച്ചതുപോലെ 2 തരത്തിലുള്ള രോഗികളുമുണ്ട്. അതായത് നമ്മൾ ചില ആൾക്കാർ അനാവശ്യമായിട്ടുള്ള ഭയത്തോടു കൂടി പലതരത്തിലുള്ള ജോലികളും ഒഴിവാക്കി വെക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ചില ആൾക്കാർ ഒരു പക്ഷേ സങ്കീർണമായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കാം. അദ്ദേഹത്തിന് നമ്മൾ ചില അവസരങ്ങളിലെങ്കിലും കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കാറുണ്ട്. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാത്തതുകൊണ്ട് അമിതമായിട്ട് അല്ലെങ്കിൽ നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക, ഇത് രണ്ടും നമ്മൾ കാണാറുണ്ട്. അപ്പം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 to 5 വീക്സ് ആകുമ്പോഴത്തേക്ക് ഒരു ട്രെഡ്മിൽ ടെസ്റ്റിന് വിധേയനായാൽ നമുക്ക് ഏകദേശം ഏതറ്റം വരെയുള്ള അല്ലെങ്കിൽ എത്രത്തോളം കായികാധ്വാനം ചെയ്യാൻ കഴിയും എന്നുള്ളതിന് നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡോക്ടർ നിർദ്ദേശപ്രകാരം അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സിന് പറ്റുന്ന രീതിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ. എന്റെ മോക്ക് വേണ്ടിയാണേ. ചോദിച്ചോളൂ. 20 വയസ്സുണ്ട്. മോക്ക് കൂടെ നെഞ്ചിനകത്ത് ഒരു കുത്തി വലിയും ഒരു ഉളുക്ക് പോലെയാണ്, വേദനയെന്നും പറയും. ഭയങ്കര ശ്വാസമുട്ടൊക്കെ. ഓക്കെ, അതിന്റെ വല്ല പ്രശ്നമാണെന്ന് അറിയാനോ. ECG ഒന്നും എടുത്തപ്പം കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലൊന്നും മറ്റ് കുടുംബാംഗങ്ങൾക്കൊന്നും ചെറിയ പ്രായത്തിലൊന്നും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടൊന്നുമുള്ള ആളല്ല എന്ന് വിശ്വസിക്കുന്നു? ഇല്ല, മോക്ക് 20 വയസ്സായി. അതെ, മോളുടെ ലക്ഷണങ്ങൾ വെച്ച് അതൊരു ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടറെ കണ്ടതായിട്ടും ECG മറ്റും എടുത്തതായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഒരു ഹാർട്ട് അറ്റാക്ക് സംബന്ധമായിട്ടുള്ള ലക്ഷണമാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇതിനെ കുറിച്ചിട്ടാണ്. മറ്റുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത്? എക്സസൈസ് ചെയ്യുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള എക്സസൈസിൽ നിന്ന് മാറി നിൽക്കണം? ഓക്കെ, അതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാധാരണഗതിയിലുള്ള ഒരു അറ്റാക്ക്, പ്രത്യേകിച്ച് സങ്കീർണതകളൊന്നുമില്ലാത്തുള്ള ഒരു അറ്റാക്ക് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു നോർമൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു മുമ്പ് ഡോക്ടറെ കണ്ട് നമ്മുടെ ആരോഗ്യസ്ഥിതി, നിജസ്ഥിതി ഒന്ന് വിലയിരുത്തിയതിന് ശേഷം മുമ്പോട്ട് പോകുന്നതായിരിക്കും ബുദ്ധി നല്ലത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു, വ്യായാമം, ആഹാരം, മരുന്നൊക്കെ പറഞ്ഞു. മറ്റൊരു കാര്യമാണ് ദുശ്ശീലങ്ങൾ. ശീലങ്ങളോ ദുശ്ശീലങ്ങളോ മാറ്റേണ്ടത് എന്തൊക്കെയാണ്? ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ദുശ്ശീലങ്ങളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ദുശ്ശീലം പുകവലി തന്നെ ആവും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നത്. തീർച്ചയായിട്ടും പുകവലി
ഹൃദ്രോഗ രോഗികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഒരു ഹൃദ്രോഗ രോഗികൾക്കെന്നല്ല ആർക്കും തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും ഒരു ഹാർട്ട് അറ്റാക്കിന് ശേഷം നമ്മൾ വീണ്ടും പുകവലി തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്കിനെ കൂടെ ക്ഷണിച്ചു വരുത്തുക എന്ന് പറയുന്നത് പോലെ തന്നെ ആയിരിക്കും. ഏത് രീതിയിലാണ് അത് ഇവരെ ബാധിക്കുക? നമ്മൾ ഇപ്പം ഒരു രക്തക്കുഴലിലെ ബ്ലോക്ക് വന്നതിനെ തുടർന്നിട്ടായിരിക്കാം ഇപ്പം ഒരു അറ്റാക്കായിട്ട് അദ്ദേഹം അഡ്മിറ്റാകുകയും ചികിത്സ തേടുകയും ചെയ്തത്. പുകവലിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് ആപത് ഘടകങ്ങളെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മറ്റു രക്തക്കുഴലുകളിൽ കൂടി ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയും അതിനെ തുടർന്നിട്ടുള്ള ഒരു ഹാർട്ട് അറ്റാക്കോ മരണമോ ഉണ്ടാകാനുള്ള വീണ്ടും ഒരു സാധ്യത കൂടെ ഉണ്ടാകും. സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. സാറേ, ഞാൻ GCC-ലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ നാട്ടിൽ ലീവിന് വന്നിട്ട് ഇപ്പൊ ഒരു മാസമായ. എനിക്ക് അവിടുന്ന് ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടാവാറുണ്ട്. ഓക്കെ, നെഞ്ചുവേദന ഉണ്ടാവാറുണ്ട്. പിന്നെ ഇടത് സൈഡിൽ ഇങ്ങനെ വേദന വരും, നല്ലോണം വേർക്കുന്നുണ്ട് ശരീരം. അപ്പൊ ഇവിടെ വന്ന് ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ ഹാർട്ട് അറ്റാക്കിന് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറഞ്ഞു. അത് കൂടാണ്ട് ഞാൻ നെഞ്ചുവേദനയും വിയർപ്പും ഉണ്ടായതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നോ? അഡ്മിറ്റ് ആയിട്ടില്ല സാറേ. ഞാൻ കാണിച്ചു, കാർഡിയോളജിസ്റ്റ് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അത് കൂടാതെ എന്റെ TMT ചെയ്തു. ഇപ്പോൾ ശരീരത്തിൽ നന്നായി വേർക്കുന്നുണ്ട്. TMT ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആൻജിയോഗ്രാം വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയുണ്ടായി അല്ലേ? ആ നിർദ്ദേശിച്ചില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് പോവാൻ വേണം, ശരീരം നന്നായി വേർക്കുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങളെ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആൻജിയോഗ്രാമിന് അങ്ങനെയാണെങ്കിൽ വിധേയനാകേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ കൂടെയുള്ള നെഞ്ചുവേദനയും വിയർപ്പും നിങ്ങൾക്ക് വരുന്നുണ്ട്. ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തോ അപായ സൂചനകൾ ഡോക്ടർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉടനടി തന്നെ ആൻജിയോഗ്രാമിന് വിധേയനാകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ എന്തെങ്കിലും സംശയങ്ങളില്ലാതെ അങ്ങനെ പറയില്ല അല്ലെ, ആൻജിയോഗ്രാം ചെയ്യാൻ പറയില്ല അല്ലെ. പലപ്പോഴും ഈ സമയം ഒരു വലിയ പ്രധാന ഘടകമാണ്. പലരും ഇതുപോലെ ജോലിക്കായിട്ട് വിദേശത്തേക്കൊക്കെ പോകണം. അപ്പോൾ ഇതുപോലുള്ളത് പറയുമ്പോൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചിട്ടൊന്ന് പറയാമോ ഡോക്ടർ? ഇപ്പോൾ പലരും 2 ദിവസം ലീവ് നീട്ടുക എന്നുള്ളതിനേക്കാൾ ഇത് വേണ്ട എന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ ഗൗരവമേറിയ ഒരു ഇമ്പാക്റ്റിലേക്ക് പോയേക്കാം അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു മെസ്സേജ് ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെന്ന് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർ പലരും ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പ്രവാസികളുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് പല അവസരങ്ങളിൽ ലീവിന് വരുന്നതിന് ശേഷം കുടുംബത്തോടുകൂടി വരുന്ന സമയത്ത് ആഹാര ക്രമീകരണങ്ങളിലൊക്കെ മൊത്തത്തിലൊരു താളപ്പിഴകൾ കാണാറുണ്ട്. പലപ്പോഴും ഇതുപോലെയുള്ള ആപത്ഘട്ടങ്ങളിൽ അവരൊരു പരിശോധനയ്ക്ക് വരുന്നത് പലപ്പോഴും ലീവ് തീരാറാകുന്ന ഒരു സമയത്താണ്. ലീവിന് വരുന്ന സമയത്തേക്കാൾ ഉപരിയായിട്ട് പോകാൻ 1 ആഴ്ചയോ 2 ആഴ്ചയോ ഉള്ള സമയങ്ങളിലാണ് പലപ്പോഴും ഇതുപോലുള്ള എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുക. ഉടനെ തന്നെ എന്തെങ്കിലും അപാകതകൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. വേണ്ട തുടർ പരിശോധനകൾ അല്ലെങ്കിൽ ചികിത്സകൾ നിർദ്ദേശിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത് പറഞ്ഞതുപോലെ പോകേണ്ട ഒരു സമയം നമ്മൾ കാണാറുണ്ട്. അപ്പം നേരത്തെ വിളിച്ച ആൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ലക്ഷണങ്ങളും ഡോക്ടർ ഒരു ആൻജിയോഗ്രാം സജസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വേണ്ട ചികിത്സകൾ ചെയ്തിട്ട് മാത്രം തിരിച്ചു പോകുന്നതായിരിക്കും തീർച്ചയായിട്ടും അഭികാമ്യം. ഓക്കെ, അത് മാത്രമല്ല ഡോക്ടർ, പലപ്പോഴും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ വിദേശത്ത് നിന്ന് 2 മാസമൊക്കെ അവധിക്ക് വരുന്നവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പലരിലും കാണാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവരുടെ ജീവിതക്രമത്തിലുള്ള വ്യത്യാസം തന്നെയാണോ ഇതിന് കാരണം? പലപ്പോഴും നമ്മൾ പല സമയത്തും പ്രവാസികളായിട്ടുള്ള രോഗികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ആഹാര ക്രമീകരണത്തിലും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിലുമുള്ള വ്യത്യാസം തന്നെയാണ്. പല അവസരങ്ങളിലും ഫാമിലിയായിട്ട് താമസിക്കുന്നവരായിരിക്കില്ല പുറത്തുള്ളത്, അവർ കൂട്ടം കൂടി താമസിക്കുന്നവരായിരിക്കാം. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ പുറത്തുനിന്ന് മാത്രം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ പലപ്പോഴും ഒരു ശരിയായ രീതിയിലുള്ള അവർക്ക് അതിനെക്കുറിച്ചൊരു അവബോധമുണ്ടെങ്കിൽ പോലും ശരിയായ രീതിയിലുള്ള ഒരു ആഹാരക്രമങ്ങൾ പലപ്പോഴും ഫാസ്റ്റ് ഫുഡുകളും അതുപോലെയുള്ള കൊഴുപ്പേറിയതുമായിട്ടുള്ള ഫുഡുകളായിരിക്കും പലപ്പോഴും അവർ കഴിക്കുന്നത്. അതുപോലെ തന്നെ വ്യായാമക്കുറവും. പലരും ഒരു സെഡൻറ്ററി ലൈഫ് കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും, പ്രത്യേകിച്ചും ഓഫീസ് സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പം അത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് കാണാറുണ്ട്. കൃത്യമായിട്ട് ആഹാരം ശ്രദ്ധിക്കുക, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അല്ലേ? ഒരുപാട് സംസാരിക്കാനുള്ള ഒരു വിഷയം തന്നെയാണ്. മറ്റൊരു അവസരത്തിലാവാം ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.